ദൈവനാമം വാഴ്ത്തപ്പെടുമാറാട്. ദൈവത്തിൻ്റെ കൃപയാൽ സഭാശാസ്ത്രം എന്ന വിഷയത്തിൻ്റെ 5ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനായിട്ട് ദൈവം നമ്മെ സഹായിച്ച് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന് സഹകരണത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം കഴിഞ്ഞ സെക്ഷനിലൊക്കെ കർത്താവ് സഭയോട് അനുഷ്ഠിക്കുവാൻ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ നമ്മൾ പഠിച്ച കാര്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സുവിശേഷം അറിയിക്കുന്നവർക്ക് ചില യോഗ്യതകൾ ആവശ്യമാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം ആളുകൾ സുവിശേഷം അറിയിക്കാനായിട്ട് മടി കാണിക്കുന്നു. 1 തിമോഥെയോസ് 4:16 തീത്തോസ് 2:8 പഠിക്കുമ്പോൾ നീ നിന്നെ തന്നെയും എൻ്റെ ഉപദേശം സൂക്ഷിക്കാൻ കാണുന്നുണ്ട്. ഉപദേശം സൂക്ഷിക്കണം, അവൻ തന്നെ സൂക്ഷിക്കണം. 1 തിമോഥെയോസ് 4:12 വായിക്കുമ്പോൾ അവൻ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. 1 തിമോഥെയോസ് 1:18 വായിക്കുമ്പോൾ അവൻ നല്ല മനസാക്ഷിയുള്ളവനായിരിക്കണം, വിശ്വാസമുള്ളവനായിരിക്കണം കാണാൻ കഴിയുന്നുണ്ട്. തെസ്സലോനിക്കർ 1 ലേഖനം 2:7-8 പഠിക്കുമ്പോൾ ഒരു മാതാവ് മക്കളോട് എങ്ങനെയായിരിക്കുന്നുവോ ആ നിലയുള്ള സ്നേഹമുള്ളവനായിരിക്കണം കാണാൻ കഴിയുന്നുണ്ട്. തെസ്സലോനിക്കർ 1 ലേഖനം 4:2 വായിക്കുമ്പോൾ ഒരു പിതൃഹൃദയമുള്ളവനായിരിക്കണമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. തീത്തോസ് 2:1 വായിക്കുമ്പോൾ പത്യോപദേശത്തിന് ചേരുന്ന നിലകളിൽ ഉപദേശിക്കണമെന്ന് കാണാൻ കഴിയുന്നുണ്ട്. തീത്തോസ് 2:7 വായിക്കുമ്പോൾ സൽപ്രവർത്തികൾക്ക് മാതൃകയായി തീരുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സുവിശേഷകനെ, സുവിശേഷം അറിയിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ചിലരൊക്കെ സുവിശേഷം പറയുമ്പോൾ അതുകൊണ്ട് ആളുകൾ അത് സ്വീകരിക്കാത്തതിൻ്റെ കാരണവും അല്ലെങ്കിൽ അത് വേണ്ട വിധത്തിൽ മനുഷ്യൻ അംഗീകരിക്കുന്നതിൻ്റെ കാരണമൊക്കെ ഈ പറയുന്ന ആളുകളുടെ ജീവിതത്തിലെ വീഴ്ചകളുമുണ്ട് നാം തിരിച്ചറിയാം. മനുഷ്യ നിലയിൽ വീഴ്ചകളെല്ലാം സംഭവിക്കാം. അപ്പോൾ തന്നെ അത് ക്രമീകരിക്കാനുള്ളതായൊരു മനസ്സ് നമുക്കുണ്ടാകണം. അപ്പോൾ ഉപദേശത്തെ മാത്രം സൂക്ഷിക്കുന്നൊരു അനുഭവമല്ല, തന്നെയും എന്ത് ചെയ്യണം, സൂക്ഷിക്കാനുള്ളൊരു ഒരുക്കം നമുക്കുണ്ടാകണം. നമ്മൾ പറയുന്ന വചനം നല്ലതാണ്. ആ വചനം ദൈവത്തിന് വചനമായതുകൊണ്ട് ദൈവത്തിലുള്ള അധികാരം അതിനുണ്ട്. അതേസമയം പറയുന്ന നമ്മൾ അതനുസരിക്കുന്നവരായിരിക്കണം, അതിൻ്റെ വ്യവസ്ഥയിൽ മുന്നോട്ട് പോകുന്നവരായിരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ ആവോളം മാതൃകയുള്ളവരായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് വളരെ സൂക്ഷിക്കുക. ദൈവജനം, പ്രത്യേകിച്ചും ആത്മീയ ശുശ്രൂഷകൾ ചെയ്യുന്നവർ, സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിത്തീരുന്നവർക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യങ്ങൾ. ഒരു സുവിശേഷൻ എന്ന നിലയിൽ ആവോളം മറ്റുള്ളവർ മുമ്പിൽ മാതൃകയായി ജീവിക്കുവാൻ ഉത്സാഹിക്കുക. നമ്മുടെ ഞായറാഴ്ച കാലത്തുള്ള 10 മണി മുതൽ 1 മണി വരെയോ 1:30 വരെയോ ഉള്ളതായ ഒരു ആത്മീയ പ്രകടനമല്ല ജനങ്ങൾ വീക്ഷിക്കുന്നത്. ഞായറാഴ്ച ആലയത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷമായിട്ട് പിറ്റേ ഞായറാഴ്ചകൾ ആലയത്തിൽ വരുന്നവരെയുള്ളതായ ജീവിതത്തെയാണ് പൊതുജനം പലപ്പോഴും വീക്ഷിക്കുന്നത്. നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഇതിനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. അവിടെയാണ് നമുക്ക് മാതൃക വേണ്ടത്. കാരണം നമ്മുടെ പ്രസംഗം കൊണ്ട് മാത്രം അല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസംഗിച്ചാൽ മാത്രം, പ്രസംഗം മാത്രം പോരാ. നമ്മൾ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ജനങ്ങൾ
നമ്മുടെ പ്രസംഗത്തേക്കാൾ നമ്മുടെ പ്രവൃത്തിയാണ് നോക്കുന്നത്. അതുകൊണ്ട് പൊതുജനത്തിൻ്റെ മധ്യേ മാതൃകയുള്ളവരായി ജീവിക്കുക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ പലപ്പോഴൊക്കെ സുവിശേഷ പ്രവർത്തന ടീമുമായിട്ട് കേരളത്തിൻ്റെ പല ഭാഗത്തും പോകാൻ കർത്താവിന് അവസരം തന്നിട്ടുണ്ട്. പല പരസ്യങ്ങളായിട്ടും ഭവന സന്ദർശനങ്ങളായിട്ടും വൈകിട്ട് മുറ്റത്തെ കൺവെൻഷനായിട്ടൊക്കെ, മുറ്റത്തെ കൺവെൻഷനും പറമ്പിലെ കൺവെൻഷനും കാര്യങ്ങൾ കൺവെൻഷൻ നടത്താറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പലയിടങ്ങളിൽ കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ദേശമാണ്. അവിടെയുള്ള ആരെങ്കിലും ഞങ്ങളെ വിളിച്ചിട്ടായിരിക്കും ഞങ്ങൾ പോയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഓരോരുത്തർ ഓരോ ടീമോട് ഓരോ വഴിക്ക് പറഞ്ഞു വിടുന്നു. ഞങ്ങൾ പല വീടുകളിൽ കയറുന്നു. അപ്പോഴൊക്കെ അവർ ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വരുന്നതാണ്. ഇവിടെ എങ്ങനെ പരിചയം? ഇന്ന ആൾ മുഖാന്തരം വന്നതാണ്, അല്ലെങ്കിൽ ഇന്ന സഭ മുഖാന്തരം വന്നതാണ്. എല്ലാം കേൾക്കുമ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ, നിങ്ങൾ അവിടെ ആ സഭയിൽ ഇന്നാരെ അറിയുമോ? പിന്നെ അവർ പറയുന്നത് അയാളാണോ വിശ്വാസി, അവളാണോ വിശ്വാസി, അല്ലെങ്കിൽ അവനാണോ വിശ്വാസി എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഉത്തരം മുട്ടിപ്പോകാറുണ്ട്. നമുക്കവിടെ ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഞായറാഴ്ചയിലെ കസർത്ത് മാത്രമല്ല ജനം ശ്രദ്ധിക്കുന്നത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള നമ്മുടെ കസർത്തുകളെല്ലാം ജനം ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മളൊരു പലചരക്കടയിൽ പോയാൽ, മീൻ വിൽക്കുന്ന സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ ഇറച്ചി വിൽക്കുന്ന സ്ഥലത്ത് പോയാൽ, പച്ചക്കറി വാങ്ങുന്ന സ്ഥലത്ത് പോയാൽ, അവിടെയൊക്കെ നമ്മളെ അവർ ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെ വിശ്വാസത്തിൽ മാത്രമല്ല വരുന്നത്, വിശ്വാസമുള്ള സ്ഥാപനം മാത്രമല്ല അവിടെ, അവിശ്വാസമുള്ളതായിരിക്കും അധികം പേര് സ്ഥാപനങ്ങളുള്ളത്, അവിശ്വാസമുള്ളതായിരിക്കും അധികം പേര് അവിടെ വരുന്നത്. അപ്പോൾ അവർ നമ്മുടെ പ്രസംഗത്തെക്കാൾ കൂടുതൽ നമ്മളോട് ഇടപെടുന്ന കാര്യങ്ങളാണ് അവർ ശ്രദ്ധിക്കുന്നത്. എന്നിട്ട് അവർക്ക് ബോധ്യം വരണം, ഇവനൊരു ദൈവവേദലാണ്, ഇവളൊരു ദൈവവേദലാണെന്ന് നീ ഇടപെടുന്നവരിൽ നിന്നൊരു സാക്ഷ്യമുണ്ടാകണം. ചില പറയും എനിക്ക് മനുഷ്യന് സാക്ഷ്യം എനിക്ക് ആവശ്യമില്ല, ഞാൻ ദൈവവുമായിട്ട് ബന്ധം. നോ, നീ സമൂഹജീവിയാ. നീ സമൂഹജീവി ആയതുകൊണ്ട് നീ ഇവിടെ ജീവിക്കുമ്പോൾ നിനക്ക് സമൂഹത്തിൽ നിന്നും ഒരു അംഗീകാരം ലഭിക്കണം. യേശുവിനെ ലോകം അംഗീകരിച്ചില്ല, അതുകൊണ്ട് നിങ്ങൾ അംഗീകരിക്കുന്നത് ഒരു വശം മറുവശമുണ്ടായിരുന്നു അല്ലേ? ഇവിടെ മനുഷ്യരുടെ മുമ്പേയും ദൈവത്തിന് മുമ്പാകെയൊക്കെ നല്ല മനസ്സോടെ ജീവിക്കുക എന്നുള്ളതായ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. പൗലോസ് പറയുന്നില്ലേ, ഞാൻ രണ്ടു കൂട്ടരെ മധ്യേ നല്ല മനസ്സാക്ഷിയോടെ ജീവിച്ചു. ആ ഒരു അനുഭവം ഉണ്ടാകണം, നല്ല മനസ്സാക്ഷി ഉണ്ടാകണം. ആരെങ്കിലും നന്നാവണമെന്ന് കാണുമ്പോൾ അസൂയ പാടില്ല. നമ്മളെക്കാൾ നന്നായി പാടിയാൽ, നമ്മേക്കാൾ നന്നായി പ്രസംഗിച്ചാൽ, നമ്മേക്കാൾ നന്നായിട്ട് എന്തെങ്കിലും ചെയ്താൽ അതിന് കുറ്റം പറയാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമുക്ക് പറ്റാത്തൊരു കാര്യം അവൻ ചെയ്തതിന് ചെയ്യട്ടെ. ശിഷ്യന്മാരൊക്കെ വന്നില്ല, എടാ അവിടെ ഒരുത്തൻ പ്രസംഗിക്കുന്നുണ്ട്, ഞങ്ങളെന്നെ വിലക്കാൻ പോകുന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറഞ്ഞില്ല, നോ ചെയ്യരുത്. പൗലോസ് പറഞ്ഞില്ല, അവർ മനസ്സോടെ അല്ലെങ്കിലും പ്രസംഗിക്കുന്നത് യേശുവിനല്ലേ, പ്രസംഗിക്കട്ടെ. അപ്പോൾ നമ്മൾ ഈ അനാവശ്യമായ അസൂയയും കുശുമ്പും ഒന്നും പാടില്ല. അവർ ചെയ്യട്ടെ, നമ്മളെക്കാൾ നന്നായി അവർ ചെയ്യട്ടെ. അവർ നന്നായി പ്രസംഗിക്കട്ടെ, നന്നായി പാടുമെങ്കിൽ പാടട്ടെ, നന്നായി പ്രാർത്ഥിക്കട്ടെ. നമ്മളവനെ അതിനെ കുറ്റം പറയണേ? ദൈവം കൊടുത്ത കൃപയ്ക്ക് അവൻ ചെയ്യട്ടെ. അത് നമുക്ക് പറ്റുന്നില്ലല്ലോ, അവനും ചെയ്യട്ടെ. അതിലൂടെ ദൈവനാമം മോത്തപ്പെടുകയില്ല. അപ്പോൾ അതുകൊണ്ട് അവനോടത്തൊരു വാക്ക് പ്രാർത്ഥിക്കുക. നമ്മൾ ചെയ്യാത്തൊരു ശുശ്രൂഷ മറ്റൊരാൾ ചെയ്യുമ്പോൾ ആ ശുശ്രൂഷ കുറ്റം പറയാതെ ആ ശുശ്രൂഷനോടത്ത് പ്രാർത്ഥിക്കുക. എങ്ങനെയെങ്കിലും അതിൻ്റെ ശുശ്രൂഷയിലൂടെ എങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മളതിനോരോട് കുറ്റം പറയാൻ പോകും, നമുക്കത് എളുപ്പമുള്ള കാര്യമാണ് അല്ലേ? സൂക്ഷിക്കുക. അടുത്തത് എന്താണ്? ഒരമ്മയുടെ ഹൃദയം ഉണ്ടാകുന്നത് എന്താണ്? അമ്മ സ്നേഹമുള്ള ആളാണല്ലോ അല്ലേ? എല്ലാ അമ്മമാരും സ്നേഹമാണെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ
മാതൃഹൃദയം എന്നൊക്കെ പറയുമ്പോൾ സ്നേഹമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കവരെ സ്നേഹിക്കാൻ കഴിയണം. ചില വീട്ടിലെ അപ്പന്മാർ വളരെ സ്ട്രിക്റ്റ് ആവും, പിള്ളേർ കുസൃതികളാവും. ഈ കുസൃതി കാണിച്ച മക്കളെ അപ്പനടുത്ത് പറഞ്ഞു വിട്ടാൽ അപ്പം നല്ല പൊട്ടിയിട്ട് കൊടുക്കും. അപ്പം അമ്മ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ. ആ കുസൃതി കാണിക്കുന്നത് അച്ഛന്മാരും പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അപ്പന്മാരും പറഞ്ഞു കൊടുക്കും, പപ്പവരും പറഞ്ഞു കൊടുക്കും. ഒതുക്കി ഇരുന്നോണൊക്കെ പറഞ്ഞ് അവരെ മിരട്ടിയിട്ട് പപ്പ വരുമ്പോൾ സൈലൻ്റ് ആയിരിക്കും. കാരണം വെച്ചാൽ പറഞ്ഞ തലവിടും കാണിച്ചിട്ട് ഒരു അലുവിള ഹൃദയം. നമുക്ക് അപ്രകാരമുള്ള അനുഭവം നമുക്കുണ്ടാകും. അതുപോലെ പിതൃഹൃദയമുള്ളവനാണ്. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ അല്ലേ. എപ്പോഴും വീട്ടിലെ പിതാക്കന്മാരെപ്പോഴും സ്ട്രിക്റ്റ് ആയിരിക്കും. അധികം അങ്ങനെ അവർ കമ്പനി ആവുകയില്ല. ആ സ്ട്രിക്റ്റ് ആയിരിക്കുമ്പോൾ തന്നെ ഒരു ഉള്ളിൻ്റെ ഉള്ളൊരു കരുണയുള്ള മനോഭാവമുണ്ട്. നമ്മുടെ ജീവിതത്തിലും അപ്രകാരം ഒരു കരുണ ഉള്ള ഹൃദയത്തിനായി ഉപദേശത്തിൽ പ്രാർത്ഥിക്കും. പത്യോപദേശം ചേർന്ന് ഉപദേശിക്കാവുന്നതാണ്. ദൈവവചനത്തിൽ പറയുന്ന കാര്യങ്ങൾ ഉള്ളതുപോലെ പഠിപ്പിക്കണം. വചനവിരുദ്ധമായുള്ള ദുരുപദേശങ്ങളിൽ നിന്ന് ചാടുവാനായിട്ട് ഇടവരരുത് എന്നാണ് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ. അതുപോലെ നമുക്കറിയുന്ന ദുരുപദേശം ഒരുപാട് ഉള്ള കാലഘട്ടമാണ്. സത്യം ഏതാണ് മിഥ്യ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടമായതുകൊണ്ട് നാം ദൈവവചനം നന്നായി വായിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ദൈവവചനം വായിച്ച് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമൊക്കെ മാറി. ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കേണ്ടതായി തീർന്നു. മാതാവിനെ കുറിച്ച് എനിക്കറിയാം. വീട്ടിലെ മക്കളും മരുമക്കളും കൊച്ചുമക്കൾക്കുള്ളവർ അമ്മച്ചിയാണ്. അമ്മച്ചി വർഷങ്ങളായിട്ട് അനുവർത്തിക്കുന്നതായ ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, അമ്മച്ചി കാലത്തൊക്കെ എഴുന്നേറ്റ് നേരത്തെ 5 മണികളെല്ലാം തീർക്കും. എന്നിട്ട് അമ്മച്ചി വേദോസം എടുത്ത് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു 10 മണിക്കുള്ളിൽ അമ്മച്ചിയുടെ എല്ലാ പണികളും തീർന്നു വീട്ടിലെ. നമ്മളെ ചില സഹോദരിമാർ വീട്ടിലെ പണി ചെയ്ത് രാത്രി 12, 1 മണി, 2 മണിയായിട്ട് വീട്ടിൽ പണി തീരുന്നില്ല. അങ്ങനെ സൗകര്യമാരുണ്ട്. അവസാനം തല്ലിക്കോട്ടായിട്ട് അന്ന് ലൈറ്റ് അണയ്ക്കുക. എന്നാൽ ഈ അമ്മച്ചി തികച്ചും വ്യത്യസ്തയായിരുന്നു. അപ്പോൾ വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്തെങ്കിൽ മാത്രമാണ് സത്യം ഏതാണ് മിഥ്യ ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. വചനം പഠിക്കാൻ ഉത്സാഹം ഉണ്ടായിരിക്കണം. നമ്മുടെ ആൾക്കാർക്ക് വചനം പഠിക്കാനും വായിക്കാനും നേരമില്ലാത്ത ആൾക്കാരാണ്. മറ്റു പലതിനുമായിട്ട് സമയങ്ങൾ വേർതിരിക്കപ്പെടുകയും ദൈവവചനം വായിക്കുവാനും പഠിക്കുവാനും സമയം കണ്ടെത്താത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. അതുകൊണ്ട് എന്താ കുഴപ്പം? കാണുന്നതൊക്കെ ഉപദേശമായി മാറി. ഇവൻ എന്ത് വിളിച്ച് പറഞ്ഞാൽ അതൊക്കെ ഉപദേശമായി മാറി. അങ്ങനെ അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവവചനം ഉള്ളതുപോലെ പഠിക്കാൻ മനസ്സിലാവും. പോലെ ദൈവമക്കൾ എങ്ങനെയായിരുന്നു? ആര് പ്രസംഗിച്ചാലും അവരത് ദൈവത്തിനോട് ഒത്തുനോക്കും. അല്ലാണ്ട് അവരത് പറഞ്ഞല്ലോ അതുകൊണ്ട് വിശ്വസിക്കുക എന്നുള്ളതല്ല. ആ പറയുന്ന കാര്യങ്ങൾ വചനത്തിൽ അങ്ങനെയാണോ പറയുന്നവർ ദൈവനുമായിട്ട് ഒത്തുനോക്കിയിട്ട് അവർ വിശ്വസിക്കുകയും അങ്ങനെ ആത്മീയരോട് വളരെയും ചിരണ്ടയായിത്തീർന്നു. സൽപ്രവർത്തികൾക്ക് മാതൃകയുള്ളവരായിരിക്കണം. ഇനി സഭയുടെ അധ്യക്ഷന്മാരുണ്ട്. ഓരോ ലോക്കൽ സഭയ്ക്കും ചില മൂപ്പന്മാർ അധ്യക്ഷന്മാരൊക്കെ ഉണ്ട്. അതുപോലെ അതൊരു പ്രസ്ഥാനത്തിന് കീഴാകുമ്പോൾ ആ പ്രസ്ഥാനത്തിന് അധ്യക്ഷന്മാരുണ്ട്, മൂപ്പന്മാരുണ്ട്, അങ്ങനെ മേലധ്യക്ഷന്മാരൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം. മനസ്സിലാക്കേണ്ട കാര്യം ഇവർക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. 1 തീമോഥെയോസ് 3:2, 10, തീത്തോസ് 1:7, 10 ഒക്കെ പഠിക്കുമ്പോൾ മൂപ്പന്മാരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. നമ്മൾ തീത്തോസിൻ്റെ ലേഖനമൊക്കെ പഠിച്ച സമയത്ത്, ഇടയലേഖനങ്ങൾ പഠിച്ച സമയത്തൊക്കെ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ അവിടേക്ക് ഒരുപാട് കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ സഹോദരിമാരായ വിശ്വാസിനികൾക്കും കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. 1 തീമോഥെയോസ് 2:9 പഠിക്കുമ്പോൾ അവർ
അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1 തിമോഥെയോസ് 2:9 പഠിക്കുമ്പോൾ അവരുടെ വസ്ത്രദാനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1 തിമോഥെയോസ് 2:10 പഠിക്കുമ്പോൾ സൽപ്രവർത്തികളാൽ നിങ്ങൾ തന്നെ അലങ്കരിക്കണം എന്ന് പറയാൻ കഴിയുന്നുണ്ട്. ഇന്ന് സഹോദരിമാർ അലങ്കരിക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് സാധനങ്ങളെല്ലാം മേടിച്ച് വീട്ടിൽ അലങ്കരിക്കുക. വചനം പറഞ്ഞ് നിങ്ങളെ എങ്ങനെ അലങ്കരിക്കേണ്ടത്? സൽപ്രവർത്തികളാൽ അലങ്കരിക്കണം. മിക്ക കുടുംബങ്ങളിലും പ്രശ്നങ്ങളുണ്ടാകുന്നതിൻ്റെ ഒരു കാരണം ഈ സത്യങ്ങൾ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളതാണ്. എന്തൊക്കെയോ ചെയ്യുക എന്നുള്ളതല്ല, ചെയ്യേണ്ടത് ചെയ്യുക എന്നുള്ളതാണ് ഉത്തരവാദിത്വം, അല്ലേ? അതുപോലെ 1 പത്രോസ് 3:4 പഠിക്കുമ്പോൾ സൽപ്രവർത്തികളാൽ അലങ്കരിക്കണം എന്നുള്ള അതിനോട് പിന്നെയും പറയുന്നുണ്ട്. 1 തിമോഥെയോസ് 3:11 പഠിക്കുമ്പോൾ ഏഷണി പറഞ്ഞ് നടക്കാൻ പാടില്ലാന്നുണ്ട്. എൻ്റെ സഹോദരിമാർക്ക് ഞാൻ സഹോദരിമാരെ ക്ഷമിക്കണം, പൊതുവേ സഹോദരിമാരെ കുറിച്ച് പറഞ്ഞ കാര്യമാണ് ഇവിടെ കേട്ടത്, അവിടെ പോയി പറയുക എന്നുള്ളത്. അവർക്ക് പറഞ്ഞതിൽ ഓർക്കാൻ പറ്റില്ല, അല്ലേ? നമ്മളെത്ര സീക്രട്ട് ഒരു കാര്യം സൗകര്യം പറഞ്ഞു പറഞ്ഞാൽ സൗകര്യം ഉടനെ പോയി 4 പേര് പറഞ്ഞാൽ അവർക്ക് ഓർക്കാൻ പറ്റില്ല. അതിനെ പറയുമ്പോൾ ആദ്യം ചാടിക്കരുത് പറഞ്ഞിരിക്കും. അതുകൊണ്ട് പലപ്പോഴും കുടുംബങ്ങളേറെ ദോഷം ഉണ്ടാകാറുണ്ട്. പറയരുത് എന്ന് പറഞ്ഞാലും ഒരു പറയും. അത് പറയാൻ പാടില്ല, അങ്ങനെ പറഞ്ഞു നടക്കാൻ പാടില്ല എന്നാണ്. ഇവിടെ കേട്ടത് അവിടെ, അവിടെ കേട്ടത് ഇവിടെയും പറഞ്ഞു നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി ഭവനത്തിലവരായിരിക്കുമ്പോൾ ഭവനത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എഫെസ്യർ 5:24 പഠിക്കുമ്പോൾ കർത്താവിനെ എന്ന പോലെ കീഴടങ്ങിയിരിക്കാനൊക്കെ പറഞ്ഞത്. കർത്താവ് പറയുന്നത് ഞാൻ അനുസരിക്കുന്നു, ഭർത്താവ് പറഞ്ഞത് അനുസരിക്കുന്നു പറയാൻ പാടുന്നതാണ്. കർത്താവിനെ എങ്ങനെ കീഴടങ്ങിയിരിക്കുന്നത് അതുപോലെയാണ് ഭർത്താവിനെ കീഴടക്കേണ്ടത്. തീത്തോസ് 2:5, 1 തിമോഥെയോസ് 2:10, 2:12, തീത്തോസ് 2:5, 1 തിമോഥെയോസ് 3:11 സഹോദരിമാർ ഭവനത്തിൽ എപ്രകാരം ആയിരിക്കണം എന്നുള്ളതായ വളരെ ഗൗരവപൂർണമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതനുസരിക്കുക എന്നുള്ളതാണ് ഓരോരുത്തരുടെ ഉത്തരവാദിത്വം. കീഴ്പ്പെട്ടിരിക്കുക, അനുസരിക്കുക, ഇതൊക്കെ നമ്മുടെ ഉത്തരവാദിത്തങ്ങളാണ്. എന്നാൽ പലപ്പോഴും നമ്മളെന്താ ചെയ്യണമെന്ന് അറിയാമോ? നമുക്ക് ഈ അനുസരിക്കാൻ അല്പം മടിയുള്ളതിൻ്റെ പേരിൽ, കീഴ്പ്പെടാൻ മടിയുള്ളതിൻ്റെ പേരിൽ നമ്മുടെ വഴികളൊക്കെ പോവും. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കുടുംബങ്ങളെ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, വ്യക്തിബന്ധങ്ങൾക്ക് വിലച്ചിൽ സംഭവിക്കുന്നു, വ്യക്തിബന്ധങ്ങൾ തകരാറിലാകുന്നു. കുറച്ച് നാളുകൾ അങ്ങനെ തുടർമാനമായി പോകുമ്പോൾ ഒരിക്കലും പുനഃസ്ഥാപിക്കപ്പെടുവാൻ കഴിയാത്ത നിലകളിൽ വ്യക്തിബന്ധം തകർന്നു പോവുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ സംഭവിച്ചുകൊണ്ട കാര്യമായത്. അനുസരണവും കീഴ്പ്പെടലും ഇല്ലാതെ പോയതിൻ്റെ പേരിൽ കുറച്ചൊക്കെ മറ്റുള്ളവർ ക്ഷമിക്കും. കുറച്ച് കഴിയുമ്പോൾ ക്ഷമ കഴിയും. മനുഷ്യനല്ലേ, ദീർഘക്ഷമയം ഉണ്ടായാലും നിത്യക്ഷമയം ഉണ്ടാവില്ലല്ലോ മനുഷ്യനെ. അപ്പോൾ ദീർഘക്ഷമയം കഴിഞ്ഞ് നിത്യക്ഷമയിലേക്ക് ആരും പോകില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? പിന്നെ അതൊക്കെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം, അല്ലേ, ദേഷ്യം തീർക്കണ്ടേ? അപ്പോൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ആ റിയാക്ട് ചെയ്യുന്നതിലൂടെ ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുവാൻ ഇടവരും. വളരെ സൂക്ഷിക്കുക സഹോദരന്മാരും സൂക്ഷിക്കണം. ഞാൻ ഈ ഭാഗത്ത് നിന്നുകൊണ്ട് സഹോദരന്മാരോട് പറഞ്ഞു നോക്കത്തുള്ളൂ. ലഭിച്ച ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സൂക്ഷിക്കുക. സമാധാനമുള്ളത് കളയാനായിട്ടല്ല ഉത്സാഹിക്കുന്നത്, സമാധാനം വർദ്ധിപ്പിക്കാനുള്ള ഉത്സാഹിക്കുക. ഉള്ള സ്നേഹങ്ങളെ കളയാൻ വേണ്ടിയല്ല ശ്രദ്ധിക്കേണ്ടത്, ഉള്ള സ്നേഹങ്ങളെ വർദ്ധിപ്പിക്കാനായിട്ട് ഉത്സാഹിക്കുക. ഇത് നമ്മൾ സൂക്ഷിക്കേണ്ട വളരെ കാര്യമാണ്. നമുക്ക് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അനേക കുടുംബങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. മറ്റുള്ളവർ നോക്കുമ്പോൾ ഒരു വീട്ടിൽ താമസിക്കുന്നത് മാത്രമേ ഉള്ളൂ, അതിന് ഒരു മുറിയിൽ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ. യാതൊരു ഐക്യതയുമില്ല, സ്നേഹവുമില്ല. എന്തുകൊണ്ട് സംഭവിച്ചു? വർഷങ്ങളായുള്ള, നാളുകളായുള്ള, മാസങ്ങളായിട്ടുള്ള അനുസരണക്കേടുകളും അതിനോട് ബന്ധപ്പെട്ടുണ്ടായ സംസാരങ്ങളും ഇടപെടലും പ്രവർത്തികളൊക്കെ ആയിട്ട് വ്യക്തിത്വം വിലഞ്ഞു പോവുകയാണ്. ചില കുടുംബ ബന്ധങ്ങൾ ഇനി ഒരിക്കലും പുനഃസ്ഥാപിക്കപ്പെടുവാൻ കഴിയാണ്ട് അത്രമാത്രം വഷളായി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം.
അതിനെ നമ്മൾ ചെയ്യേണ്ടതാണ് വിധേയപ്പെടുക, അനുസരിക്കുക, കീഴ്പ്പെട്ടിരിക്കുക. പുരുഷനെ ഭരിപ്പാൻ, പുരുഷനെ നിയന്ത്രിപ്പാൻ ഒരിക്കലും ദൈവവചനം സ്ത്രീയെ അനുവദിക്കുന്നില്ല. പല കുടുംബങ്ങളിലും ഗൃഹനാഥൻ സ്ത്രീയും ഗൃഹനാഥ പുരുഷനുമായി മാറാറുണ്ട്. അതിൻ്റെയൊക്കെ നാശങ്ങൾ അവിടെ കാണാനും കഴിയും. അനുസരിക്കേണ്ടവനെ അനുസരിക്കുവാനായിട്ട് നമ്മൾ ആദ്യം പഠിക്കണം. കീഴ്പ്പെടേണ്ടവനെ കീഴ്പ്പെട്ടിരിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ അല്ല അവരെ ഭരിക്കേണ്ടത്, നമ്മളല്ല അവരെ നിയന്ത്രിക്കേണ്ടതെന്നുള്ള ചിന്ത നമുക്കുണ്ടാകണം. സൗകര്യമാരെ പ്രത്യേകിച്ചും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കാതിരുന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് വ്യക്തിബന്ധങ്ങൾക്ക് അകൽച്ച ഉണ്ടാകുന്നത് തന്നെയാണ്. അത് കുറച്ച് നാളിങ്ങനെ തുടർമാനമായി പോകുമ്പോൾ അകൽച്ച കൂടിക്കൂടി വരേണ്ടതായിത്തീരും. പിന്നെ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ കഴിവ് നൽകിയത് അകന്നു പോകാൻ സാധ്യതയുണ്ട്. വളരെ സൂക്ഷിക്കുക, വളരെ സൂക്ഷിക്കുക. നമുക്കറിയാം, വിവാഹ ശുശ്രൂഷയിലൊക്കെ നമ്മുടെ ദാസന്മാർ ഒരുപാട് കുടുംബജീവിതത്തിലെ ഭാര്യയും ഭർത്താവൊക്കെ ഇങ്ങനെ ജീവിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്. നമ്മൾ ആൾക്കാരെ പലത് കേൾക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. മറ്റുള്ള എപ്പിസ്കോപ്പൽ ചർച്ചസിലൊക്കെ വിവാഹത്തിന് മുമ്പേ ഉള്ള ക്ലാസ്സുകളൊക്കെ എടുത്ത് അതിന് ശേഷമാണ് വിവാഹ ശുശ്രൂഷയിൽ അവരെ കൊണ്ടുവരിക. നമുക്ക് അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇപ്പോൾ ഇല്ലല്ലോ. പിന്നെ ആ 2 മണിക്കൂർ സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ സമയം ഒക്കെയാണ് വിവാഹ ശുശ്രൂഷ ബന്ധത്തിൽ എല്ലാം കൂടി കിട്ടുക. അതിലേക്ക് പാട്ടുണ്ട്, ആശംസയുണ്ട്, പിന്നെ സങ്കീർത്തനം, പ്രാർത്ഥന, അല്ലെങ്കിൽ വചന ശുശ്രൂഷയ്ക്ക് ചിലപ്പോൾ 15 മിനിറ്റോ 20 മിനിറ്റോ കിട്ടുക. അതും ഒന്നും ആരും ശ്രദ്ധിക്കുകയൊന്നുമില്ല. കാരണം കഴിച്ചവരും ശ്രദ്ധിക്കില്ല, കഴിക്കാൻ പോകുന്നവരും ശ്രദ്ധിക്കില്ല, കഴിക്കാനുള്ളവരും ശ്രദ്ധിക്കാറില്ല. പിന്നെ ഒരു ജീവിതം തുടങ്ങിയ അതുകൊണ്ടൊക്കെ നമുക്കറിയാം, വിവാഹം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ തന്നെ വിവാഹമോചനം നേടുന്ന ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു അഡ്വക്കേറ്റുമായി സംസാരിച്ചപ്പോഴേ ഞങ്ങൾ ജീവിക്കുന്ന ആ ജില്ലയിൽ കുടുംബ കോടതിയിൽ വന്നിരിക്കുന്ന കേസുകളെ കുറിച്ച് അദ്ദേഹം പറയേണ്ടതായിരുന്നു. അത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞു. വിശ്വാസികളെന്ന് പറയുന്ന കുടുംബങ്ങളിലെ പരാതികൾ, വിവാഹമോചനത്തിനുള്ള അപേക്ഷകൾ ഒരുപാട് ഉണ്ട്. പ്രാർത്ഥിക്കുന്നവരാണ്, വചനം വായിക്കുന്നവരാണ്, പഠിക്കുന്നവരാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ള മനുഷ്യനാണ്. പല കുടുംബങ്ങളും ഒന്നാകുവാനായിട്ട് ദിവസങ്ങളും മാസങ്ങളൊക്കെ പ്രാർത്ഥിക്കുക മാത്രമല്ല, അവരോട് ഒരുമിച്ച് സമയങ്ങൾ ചിലവഴിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് കൗൺസിലിംഗ് നടത്തിയൊക്കെ ചിലതൊക്കെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ചിലതൊന്നും ഇന്നും അടുത്ത് വന്നിട്ടില്ല. അത് പറയാൻ കാരണം വിശ്വാസികളായ ആളുകളുടെ കുടുംബങ്ങളിൽ പോലും സംഭവിക്കുന്ന ചില കാര്യങ്ങളായതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ജീവിതത്തെ കൈകാര്യം ചെയ്യുക. ഒരു ഗ്ലാസ് പാത്രം നിലത്ത് വീണ് പൊട്ടിയതിന് ശേഷമായിട്ട് പിന്നെ അത് ഒട്ടിക്കാൻ പോകുന്നതിനേക്കാളൊക്കെ എളുപ്പം നിലത്ത് വീണ് പൊട്ടിപ്പോകാൻ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം എന്നുള്ളത് ഒരു ചില്ലുപാത്രമാണ്. താഴെ വീടാ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. താഴെ വീണ് പൊട്ടിപ്പോയി കരുതുന്നതിൽ യാതൊരു അർത്ഥമില്ല. നഷ്ടപ്പെടുത്തിയതിന് ശേഷം നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും അർത്ഥമില്ല. നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഉത്തരവാദിത്തം. അവരവരുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തേ മതിയാവുകയുള്ളൂ. അത് വീഴ്ച വരുത്തുമ്പോൾ ഓർത്തോണം, അത് വലിയ പ്രശ്നങ്ങൾ. ചിലർ ദേഷ്യം വരുമ്പോൾ തുണയെ ഉപദ്രവിക്കുന്നവരൊക്കെ ഉണ്ട്. ചിലർ ഉപദ്രവിക്കാറൊന്നുമില്ല. ഉപദ്രവിക്കാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞത് എന്തും ഈ മനുഷ്യൻ കേട്ടുകൊള്ളും, ഞാൻ ചെയ്തത് എന്തും ഈ മനുഷ്യൻ സഹിച്ചോളും എന്ന് ചിന്തിക്കരുത്. മനുഷ്യൻ നൽകിയാലും ദേഷ്യം ഉണ്ടാവും. അവൻ ആ ദേഷ്യം തീർക്കാതിരിക്കുകയില്ല. ഒരുപക്ഷെ നിന്നെ തല്ലിയിട്ടും ചവിട്ടിയിട്ട് ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. വളരെ സൂക്ഷിക്കുക സഹോദരന്മാരും സൂക്ഷിക്കുക. നമുക്ക് കിട്ടിയ ജീവിതം സന്തോഷപൂർണ്ണമായി തീർക്കേണ്ടത് സൂക്ഷിക്കുക. നിങ്ങളുടെ കുടുംബമാണ് സ്വർഗം, ഭൂമിയിലെ സ്വർഗം. കുടുംബം സ്വർഗമെന്ന് പറഞ്ഞ നാളെ അത് ക്ലിപ്പ് എടുത്ത് വിട്ടേക്കരുത്. ഭൂമിയിൽ
അനുഭവിക്കുന്ന സന്തോഷം അനുഭവിക്കുന്ന സ്വർഗ്ഗമാണ് ഒരു കുടുംബം. അത് നരകമാക്കി തീർക്കരുത്. വളരെ സൂക്ഷിക്കുക. കീഴ്പ്പെടേണ്ടത് കീഴ്പ്പെടുവാൻ, സ്നേഹിക്കേണ്ടത് സ്നേഹിക്കുവാൻ, കരുതേണ്ടതിനെ കരുതുവാൻ കഴിയണം. ഓക്കെ, അടുത്തത് സഭയുടെ ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മെ രക്ഷിച്ച കർത്താവിനെ നമ്മൾ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തുവാനിടയായിത്തീരണം. മഹത്വപ്പെടുത്തണം. റോമർ 8:5, 9, എഫെസ്യർ 1:5, 6, 1:12, 14, 18, 3:21, 2 തെസ്സലോനിക്കർ 1:12, 1 പത്രോസ് 1:11. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്തുകൊണ്ട് നാം ദൈവത്തെ മഹത്വീകരിക്കാനിടയായിത്തീരണം. നമ്മൾ പാപികളായിരിക്കുമ്പോൾ അതിനെ കർത്താവ് സ്നേഹിക്കാനിടയായിത്തീർന്നു. നമ്മുടെ ക്രൂശിൽ മരിച്ചതുകൊണ്ട് നമ്മളെ സ്നേഹത്തെ ദൈവം പ്രദർശിപ്പിച്ചു. നമ്മളുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അങ്ങോട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് കൊടുത്തിട്ടല്ല നമ്മൾ കർത്താവ് സ്നേഹിച്ചത്, അല്ലേ? മനുഷ്യൻ്റെ സ്നേഹമൊക്കെ അങ്ങനെയാണ്. അങ്ങോട്ട് എന്തെങ്കിലും കൊടുത്താൽ സ്നേഹിക്കും, ഇല്ലെങ്കിൽ സ്നേഹിക്കില്ല. ഇന്നലെ കൊടുത്തെങ്കിൽ ഇന്നലെ സ്നേഹിച്ചിട്ടുണ്ടാവും, ഇന്ന് കൊടുത്തില്ലെങ്കിൽ ഇന്ന് സ്നേഹിക്കില്ല. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ. ദൈവം അങ്ങനെയല്ലായിരുന്നു. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുക, ദൈവം നമ്മളെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുകയായിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുമെന്ന് പറഞ്ഞത്. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാനായിട്ട് നമുക്ക് മരിക്കാനിടയായി തീർന്നത്. അതുകൊണ്ട് തന്നെ അത് ദൈവത്തോട് നമുക്ക് നന്ദിയും സ്നേഹവും ഉണ്ടാക്കണം. എഫെസ്യർ പഠിക്കുമ്പോൾ 1 അധ്യായത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ട്. ദത്തെടുത്തു, ആത്മാവിനെ ആചാര്യമായി തന്നു, തെരഞ്ഞെടുത്തു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ അതിനനുസൃതമായി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയണം. നമ്മൾ ആളുകൾ പലപ്പോഴും ദൈവത്തെ ആരാധിക്കാനുള്ള സമയങ്ങളെ നഷ്ടപ്പെടുത്തുന്നത്, അല്ലേ? 6 ദിവസം നമുക്ക് അല്ലാതെയുണ്ട്. ഞായറാഴ്ച നമുക്ക് ആരാധിക്ക് വന്നിട്ട് നമുക്ക് 100 കൂട്ടം കാര്യങ്ങളാണ്. ആ കാര്യങ്ങളെല്ലാം തീർന്നിട്ട് ഒഴിവുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നത്. ആ കൂടി 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെയാണ് ഇപ്പോൾ കിട്ടുന്നത്. അതുപോലും ഒഴിവാക്കി പോകുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്, ദൈവത്തെ ആരാധിക്കാനായിട്ട് നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. കഴിഞ്ഞ കാലങ്ങളൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? അവനെ സ്തുതിക്കുന്നതിൽ, ആരാധിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെല്ലാം ക്രമീകരിച്ച് ഈ കഥ വായിച്ചു തരുന്നെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനായി ഏൽപ്പിച്ചു കൊടുക്കാം. കാരണം നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നമ്മൾ നമുക്കുള്ളവരല്ല. 1 കൊരിന്ത്യർ 6:9, 19, 20 വായിക്കുമ്പോൾ നമ്മുടെ കർത്താവ് വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അതുകൊണ്ട് ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്നാണ് വായിക്കുന്നത്. നമ്മളിന്ന് പഠിച്ച കാര്യങ്ങളിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിത്തീർന്നു. സുവിശേഷം പറയുന്നവരുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിത്തീർന്നു. കുടുംബജീവിതത്തിൽ അവരെങ്ങനെയാണ് പഠിക്കേണ്ടതായിത്തീർന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന കാര്യം പഠിക്കേണ്ടതായിത്തീർന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും നിലകളിലൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളെ ബോധ്യമാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ദൈവമായിട്ട് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്കും ഒരു ക്രമീകരണത്തിൽ വരുവാണ്ടായിത്തീരട്ടെ. അറിവുകൾ നേടുക എന്നുണ്ടെങ്കിൽ ഉപരിയായിട്ട് പഠിച്ച കാര്യങ്ങൾ അനുഭവമാക്കുക എന്നുള്ളതൊക്കെ വരാം. നമ്മെ സമർപ്പിച്ച് നമുക്ക് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നല്ലവനും വിശ്വസനമായ ദാസൻ എന്ന് വിളിയേക്കുന്ന രീതിയിലായിത്തീരുവാനായിട്ട് നമ്മൾ സമർപ്പിച്ച് ഇതിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിനെ നന്ദിയോടെ
ആരാധിക്കുന്നവരായി, സ്നേഹിക്കുന്നവരായി, മഹത്വപ്പെടുത്തുന്നവരായി, മാതൃകയോടെ ജീവിക്കുന്നവരായി, വ്യവസ്ഥയോടെ സുരക്ഷ അറിയിക്കുന്നവരായി, കുടുംബജീവിതത്തിലും അപ്രകാരം മാതൃക ജീവിക്കുന്നവരെ തിരുവനന്തപുരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ പലങ്ങളിൽ സംസാരിപ്പാൻ ഇടയായി തീർന്നു. വീഴ്ചകൾ കർത്താവ് അറിയുന്നു, ക്ഷമിക്കുമാറാകണമേ. പഠിതാക്കളെയും പഠിപ്പിക്കുന്നവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ശുശ്രൂഷയോട് പ്രാർത്ഥിക്കുന്നവരെ, സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്നവരെ, ഇതിനെ സഹായിക്കുന്നവരെല്ലാം ദൈവം അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പഠനം കഴിയുമ്പോഴും അവരുടെ ജീവിതത്തിൽ വചനങ്ങളെ പ്രാവർത്തികമാക്കാൻ, അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ എല്ലാവരും സഹായിച്ചാട്ടെ. തിരുനാമത്തെ പിന്നെ മഹത്വപ്പെടുത്തിയാട്ടെ. യേശു നാം തന്നെ, ആമേൻ. ക്ഷമയോടെ നിങ്ങൾ ശ്രമിച്ചതിനെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിനെ ഒരു താമസിച്ചാൽ നമുക്ക് അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെയും കർത്താവ് തൻ്റെ വിസ്താരം ചെറുതും സൂക്ഷിക്കുന്നതിനും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സഹകരണത്തിനും പ്രോത്സാഹനത്തിനും ഒരിക്കലും നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.